ഇന്ന് സെപ്റ്റംബർ 15 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ജിയോയിലൂടെ ഇന്നൊരു സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ദ്രൻ, ഉർവശി എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ജലധാര പമ്പ് സെറ്റാണ് നിലവിൽ മലയാളത്തിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തേത് നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററി സീരീസ് ആയ വിൽ ആൻഡ് ഹാർപ്പർ എന്ന സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന സെപ്റ്റംബർ 27 OTT റിലീസ് ചെയ്യുന്നതാണ്. C5ന്റെ അടുത്ത ഡയറക്റ്റ് OTT സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ലവ് സിത്താര എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമ C5യിലൂടെ സെപ്റ്റംബർ 27 OTT റിലീസ് ചെയ്യുന്നതാണ്. നെറ്റ്ഫ്ലിക്സിന്റെ അടുത്തൊരു വിദേശ സീരീസിന്റെ കൂടി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഹാർട്സ് ടോപ്പർ എന്നാണ് സീരീസിന്റെ പേര്. സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 3 OTT റിലീസ് ചെയ്യുന്നതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന മാർവലിന്റെ സീരീസ് ആണ് അഗാധ ഓൾ അലോങ്. ഈ ആഴ്ച സെപ്റ്റംബർ 18 ഹോട്ട്സ്റ്റാറിലൂടെ സീരീസ് ലഭ്യമാകും. മലയാളത്തിലും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായ SN സ്വാമി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നഗനെത്തിയ സിനിമയാണല്ലോ സീക്രറ്റ്. ഈ ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സൈൻ ആപ്പിൾ, ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളായിട്ട് നടക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ട്സ് ഉണ്ടായതാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്ന സിനിമയുടെ OTT റിലീസ് ഉടനെ പ്രതീക്ഷിക്കാമെന്നൊരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. വാഴ കഴിഞ്ഞ മാസം ഇതേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തി വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ. ബേസിൽ ജോസഫ് കൂടി ഒരു കാമിയ റോളിലെത്തിയ വാഴ എന്ന സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ നിലവിൽ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയെങ്കിലും OTT ആര് സ്വന്തമാക്കിയെന്ന് ഇനിയും ഉറപ്പാക്കപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സിനിമ റിലീസ് ചെയ്ത ആദ്യ ആഴ്ച മുതലുള്ള റൂമേഴ്സ് ആമസോൺ പ്രൈമും സിംപ്ലി സൗത്തും റൈറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ്. ഈ സെപ്റ്റംബർ മാസം തന്നെ സിനിമയുടെ OTT റിലീസ് സർപ്രൈസ് ആയിട്ട് നിലവിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ദിലീപിന്റെ തങ്കമണി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ബാന്ദ്ര എന്ന മറ്റൊരു സിനിമ കൂടി OTT റിലീസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും പവിക്ക് ശേഷം ഇനി ദിലീപിന്റേതായിട്ട് OTT റിലീസ് ചെയ്യുക തങ്കമണി ആയിരിക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് എന്നിങ്ങനെ 3 OTT പ്ലാറ്റ്ഫോമുകൾ തങ്കമണി സ്വന്തമാക്കിയതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ തങ്കമണിയുടെ OTT റിലീസിനായിട്ട്.